ഇന്ന് നമ്മുടെ ക്ലാസ്സിൽ യോഗയെ പറ്റി അറിഞ്ഞിരിക്കേണ്ട കുറച്ച് സത്യങ്ങൾ പറയാം. യോഗ നമ്മൾ ഒരിക്കലും ഫുൾ സ്റ്റൊമക്കിൽ ചെയ്യല്ല, എപ്പോഴും എംപ്റ്റി സ്റ്റൊമക്കിൽ വേണം ചെയ്യാൻ. പിന്നെ യോഗ ചെയ്യുമ്പോൾ വസ്ത്രങ്ങളുടെ കാര്യം പറയാം. സാരി, മുണ്ട്, നൈറ്റി, ഇങ്ങനെ നമ്മൾ എന്തെങ്കിലും കാല് ഇങ്ങനെ ചെയ്യുമ്പോഴത്തേന് കാലയിൽ ഉടക്കാനൊക്കെ സാധ്യതയുണ്ട്. അങ്ങനത്തെ ഇതിട്ട് ഒരിക്കലും ചെയ്യാൻ പാടില്ല. നമ്മൾ അണ്ടർ ഗാർമെൻറ്റ്സ് ഇട്ടിരിക്കണം. പിന്നെ ബാക്കി പുറമേ ഉള്ള വസ്ത്രം കുറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. പുറമേ ഉള്ള വസ്ത്രം നമുക്ക് ടൈറ്റായിരിക്കല്ല, ലൂസായിരിക്കണം. പിന്നെ യോഗ ചെയ്യേണ്ടത് എപ്പോഴും ഒരേ സമയത്ത് നമ്മൾ ചെയ്യുകയാണെങ്കിൽ ബ്രഹ്മമുഹൂർത്തം മുതൽ വൈകുന്നേരം 9 മണി വരെയുള്ള ഏത് സമയങ്ങളിലും നമുക്ക് ചെയ്യാം. പക്ഷേ ആ സമയത്ത് കൃത്യമായി ഒരേ സമയത്ത് നമ്മൾ ചെയ്യണം, അതാണ് നല്ലത്. ഇനി ഒരു 20 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ, ഒരേ സമയത്ത് ചെയ്തു കഴിഞ്ഞാൽ ആ സമയമാകുമ്പോൾ ബോഡി തന്നെ നമ്മളെ ഓർമ്മിപ്പിക്കും. ഓട്ടോമാറ്റിക്കായിട്ട് ആ സമയമാകുമ്പോൾ നമുക്ക് ബോഡിക്ക് ഒരു ഏർജ് വരും യോഗ ചെയ്യാൻ. അങ്ങനെ ഏത് സംഗതിയും, യോഗ മാത്രമല്ല ഏത് സംഗതിയും നമ്മൾ 20 ദിവസം അടുപ്പിച്ച് ചെയ്താൽ പിന്നെ ബോഡി നമ്മളെ ഓർമ്മിപ്പിച്ചോളും. ആ സമയത്ത് തന്നെ നമ്മളെ ബോഡി ഓർമ്മിപ്പിക്കാൻ നമുക്കൊരു ഏർജ് ഉണ്ടാകും ആ കാര്യം ചെയ്യാനായിട്ട്. പിന്നെ വളരെ ദേഹാധ്വാനം കഴിഞ്ഞാൽ നമ്മൾ മുദ്രകൾ, പ്രാണായാമങ്ങൾ ഇതൊക്കെ മാത്രമേ ചെയ്യാവൂ. പിന്നെ യോഗയിൽ നമുക്ക് കഠിനാസനങ്ങൾ തന്നെ ചെയ്യണമെന്നില്ല. കഠിനാസനങ്ങൾ ചെയ്യാൻ പറ്റുന്നവർ മാത്രം ചെയ്താൽ മതി. സിമ്പിൾ ആസനങ്ങളാണേലും ഒരു മണിക്കൂർ ദിവസവും ചെയ്താൽ നമ്മുടെ 10 വർഷം നമ്മുടെ പ്രായം കുറയുന്നതായിട്ട് നമ്മൾ മനസ്സിലാക്കും. ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയുകയാണ്. അതുപോലെ ആ ഏജ് കുറയുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, നമ്മുടെ എൻഡോക്രൈൻ ഗ്ലാൻഡ്സൊക്കെ ഹോർമോൺസൊക്കെ പുറപ്പെടുവിക്കും. 31 വയസ്സാകുമ്പോൾ നമുക്ക് നിന്ന് പോയി നമുക്ക് ഏജിങ് ആകും. 31 വയസ്സ് കഴിഞ്ഞാൽ ഏജിങ് ആകുന്നത് അങ്ങനെയാണ്. അപ്പോൾ ഈ ഏജിങ്ങിനെ തടഞ്ഞുകൊണ്ട് നമുക്ക് ഹോർമോൺ ഡെവലപ്മെൻറ്റ് നമ്മുടെ ബോഡി വരും യോഗ ദിവസവും ചെയ്താൽ. പിന്നെ ഈ പതഞ്ജലി അങ്ങനെ കുറേ മഹർഷിമാരാണ് നമുക്ക് 5000 വർഷങ്ങൾക്ക് മുമ്പ് മഹർഷിമാർ തന്നതാണ് ഈ യോഗാസനങ്ങൾ, പ്രാണായാമങ്ങളൊക്കെ. കൂടുതലും അവർ തന്നത് പ്രാണായാമങ്ങളാണ്, ആസനങ്ങളും. പിന്നെ മുദ്രകൾ തന്നു പിന്നെ വന്ന മഹർഷിമാർ. അപ്പം പതഞ്ജലി മഹർഷിയാണ് ഇവർ പ്രമുഖർ. പതഞ്ജലി മഹർഷി പറഞ്ഞിരിക്കുന്നത്, നമ്മൾ ദിവസവും 1 മണിക്കൂർ യോഗ ചെയ്താൽ നമ്മുടെ ആരോഗ്യം വർദ്ധിക്കുമെന്ന് മാത്രമല്ല, നമ്മുടെ ഉപബോധ മണ്ഡലം വികസിച്ച് നമ്മൾ വേറൊരു ഒരു വലിയ വ്യക്തിത്വത്തിൻ്റെ, വളരെ കഴിവുള്ള ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയായി മാറുന്ന, നമ്മൾ പോലും അറിയാതെ വലിയൊരു വ്യക്തിത്വത്തിൻ്റെ ഉടമയായി മാറുമെന്നാണ്. അപ്പം നമുക്ക് ചെയ്യാൻ പറ്റുകയില്ലെന്ന് വിചാരിക്കുന്ന പല കാര്യങ്ങളും ധൈര്യത്തോടെ ചെയ്യാനുള്ള കഴിവ് നമുക്ക് കിട്ടും. ആ കോൺഫിഡൻസ് നമ്മൾ ഡെവലപ്ഡ് ആവും. അത് യോഗയുടെ ഒരു വലിയ ഗുണമാണ്. അതുകൊണ്ട് ഇത്രയും കാര്യങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് വേണം യോഗ ചെയ്യാൻ. പിന്നെ പനിയോ വേദനകളോ, വലിയ പനി, ബോഡി ഏക്ക്, പലയിടത്തും ശരീരവേദനകളോ ഉള്ളപ്പോൾ യോഗ ചെയ്യാൻ പാടില്ല. അന്നേരം നിങ്ങൾക്ക് പ്രാണായാമങ്ങളും മുദ്രകളും ചെയ്യാം. ഓക്കേ.